You need to start a YouTube channel if nobody watches. Did you ever hear the same thumbnail? I will say. So, welcome back to my channel. My name is Ashwati. Today we are going to discussing about the 15 plus point you have when you start a YouTube channel. So, let's go. നിങ്ങൾ എന്നെപ്പോലെ കേട്ടിട്ടുണ്ടാവും നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം ഇവൻ നിങ്ങളുടെ വീഡിയോസ് ആരും തന്നെ വാച്ച് ചെയ്യുന്നില്ലെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ചിലരെങ്കിലും. ഫസ്റ്റ് തിങ് ഈസ് ബീങ് പ്രൊഡക്റ്റീവ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ പ്രൊഡക്റ്റീവായിട്ടിരിക്കാനും പ്രോക്രാസ്റ്റിനേഷനെ ബീറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണ്. പക്ഷേ നമുക്ക് മിക്കവാറും അത് കഴിയാറില്ല. അത് ചിലപ്പോൾ മടി കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നാളേക്ക് സമയമുണ്ടല്ലോ പിന്നെ ആവട്ടെ, അവസാന നിമിഷം ചെയ്താൽ മാത്രം മനസ്സുഖം കിട്ടുകയും സന്തോഷം കിട്ടുകയും ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എങ്ങനെ പ്രൊഡക്റ്റീവ് ആവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു യൂട്യൂബ് ചാനലിനകത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. സ്ക്രിപ്റ്റിങ്, എക്സിക്യൂട്ടിങ്, എഡിറ്റിങ്, തംബ്നെയിൽ സെറ്റിങ്, പിന്നെ എൻഡ് സ്ക്രീന്, സബ് ടൈറ്റിൽ, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾക്ക് ഓരോന്നും ഓരോ ടൈമിൽ നമ്മളിങ്ങനെ ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കണ്ടൻറ്റ് സെറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതണം, പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടെങ്കിലാണ് പറ്റുക. അല്ലാതെ നമ്മൾ രാവിലെ എണീറ്റ് വീഡിയോ എടുക്കണം എന്നും പറഞ്ഞിരുന്നാൽ നടക്കില്ലല്ലോ. നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിനകത്ത് പറയുന്നുണ്ട് സ്മോൾ ഹാബിറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ കൂട്ടി വയ്ക്കുമ്പോഴാണ് അത് വലിയൊരു കാര്യമായിട്ട് വരുന്നതെന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ചെറിയ തോതിൽ അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മൾ നോർമലി പ്രൊഡക്റ്റീവ് ആയിക്കോളും. അതായത് ചില യൂട്യൂബേഴ്സ് പറയാറില്ലേ, എനിക്ക് തീരെ വയ്യായിരുന്നു പിന്നെ വീഡിയോ എടുക്കണമല്ലോ എന്ന് കരുതി ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മളവിടെ പ്രോക്രാസ്റ്റിനേഷനെ കൂടെ ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ടിവിറ്റിക്കകത്ത് തന്നെ പ്രോക്രാസ്റ്റിനേഷനെ നമ്മൾ ബീറ്റ് ചെയ്യാൻ പഠിച്ചു. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ. നമ്മൾ ഒരാളോട് ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യത്തെപ്പറ്റി നല്ല ബോധം ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റണം. അപ്പം ഒബ്സർവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ പേഴ്സ്പെക്റ്റീവുകൾ, ചിന്താഗതികൾക്കൊക്കെ ഒരുപാട് മാറ്റം വരും. ഇത് ലീഡ് ചെയ്യുന്നത് എന്തിലേക്കാണ്? നല്ലൊരു സ്റ്റോറി ടെല്ലറായിട്ട് നമുക്ക് കഥ പറയുന്ന പോലെ കാര്യങ്ങൾ പറയാൻ പറ്റുക എന്നുള്ളതിലാണ്. അപ്പം എല്ലാവർക്കും കഥ പറയുന്ന പോലെ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി ആയി, പ്രോക്രാസ്റ്റിനേഷനെ ബീറ്റ് ചെയ്തു, പേഴ്സ്പെക്റ്റീവ് ചേഞ്ചസ് ഉണ്ടായി, ഒബ്സർവേഷൻ ഉണ്ടായി, അതുപോലെ തന്നെ എന്തുണ്ടായി, സ്റ്റോറി ടെല്ലിങ്ങും കമ്മ്യൂണിക്കേഷനും ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ ടാലൻസ് ആണല്ലോ. ഈ ടാലൻസിനെയൊക്കെ പോളിഷ് ചെയ്തത് നമ്മളൊരു വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനും സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ അത്യാവശ്യം സ്ട്രെങ്തൻ ആകുമ്പോൾ തന്നെ നമ്മുടെ സോഷ്യൽ സർക്കിൾ നമുക്ക് കുറേ കൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകളില്ലേ, അപ്പം അവർക്ക് എക്സ്ട്രോവേർട്സിനെ പോലെ സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെയൊക്കെ സ്കൂളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഇൻട്രോവേർട്ടിക് പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിലായിരിക്കും അറിയപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഇൻട്രോവേർട്ടാണെന്ന് ചോദിച്ചാൽ അല്ല, ഞാനൊരു ആംബിവേർട്ടാണ്. ചില സമയം ഇൻട്രോവേർട്ടിസവും ചില സമയത്ത് എക്സ്ട്രോവേർട്ടിസവും വരുന്ന ഒരു പേഴ്സണാലിറ്റി മാത്രമാണ് എൻ്റെത്. ഞാൻ ഇൻട്രോവേർട്ട് അല്ല. പക്ഷേ മെജോറിറ്റി ആളുകൾ എന്നെ ഇൻട്രോവേർട്ടായിട്ട് ആണ് വിചാരിക്കുന്നത്. കാരണം ഞാൻ വളരെ കുറച്ചേ സംസാരിക്കാറുള്ളൂ എന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്ലാറ്റ്ഫോമിൽ പോയി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ഞാൻ ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ അതിനേക്കാളും കുറച്ചായിരിക്കും ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഒരിടത്തു നിന്ന് തുടങ്ങി വേറെ എവിടെയോ പോയി എത്തിയിട്ടുണ്ടാവും. അപ്പം അതൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ചില ഡിഫോൾട്ടുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പോളിഷ് ചെയ്തെടുക്കാനായിട്ട് നമ്മളിങ്ങനെ ചിറ്റാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ പേഷ്യൻസ്. നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്യുമ്പോൾ നമുക്ക് മിക്കവാറും ആളുകൾക്ക് ഉണ്ടാകുന്ന സാധനം പേഷ്യൻസ് ആണ്. കാരണം നമ്മൾ ഒരേ കാര്യം തന്നെ പല തവണ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ തന്നെ ഈ ഒരു മെയിൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് 1-2 തവണ ഞാൻ ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചിലത് ശരിയാവില്ല, ചിലത് പറയുമ്പോൾ വേറെ എന്തൊക്കെയോ വരുന്നു, ചിലപ്പം ഇവിടുന്ന് തുടങ്ങി വേറെ എവിടെയോ പോയി, അങ്ങനത്തെ രീതിയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു സ്കില്ല് കൂടെ നമ്മളിവിടെ അറ്റൈൻ ചെയ്യുന്നുണ്ട്. പിന്നത്തതാണ് കോൺഫിഡൻസ്, കമ്മ്യൂണിക്കേഷൻ, സ്റ്റോറി ടെല്ലിങ്, പ്രൊഡക്ടിവിറ്റി. അതുപോലെ തന്നെ പേഷ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നോർമലി നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുക കൂടെ ചെയ്യും. അപ്പോൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് യെസ് പറയാനായിട്ട് പറ്റും. ആസ് എൻ ഇൻട്രോവേർട്ട് എന്നുള്ള പേഴ്സണാലിറ്റി ഉള്ള ഒരുപാട് ആളുകളുടെ കുഴപ്പമാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വന്നാലും യെസ് പറയാനുള്ള ബുദ്ധിമുട്ട്.
അപ്പോൾ ആ എസ് പറയാനുള്ള ബുദ്ധിമുട്ടിനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് പേഷ്യൻസ് ഉണ്ട്, നമുക്ക് സ്റ്റോറി ടെല്ലിംഗ് ടാലൻറ്റ് ഉണ്ട്, നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇത്രയും കാര്യങ്ങളെ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് ആ ഓപ്പർച്യൂണിറ്റിയോട് നമുക്ക് എസ് പറയാനായിട്ട് പറ്റും. ഓപ്പർച്യൂണിറ്റിയോട് നമ്മൾ എസ് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സെൽഫ് എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളോട് ഒരു സെൽഫ് ലവ് ഉണ്ടാവും, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവും. നമുക്ക് നമ്മളോട് ആ ഒരു സ്നേഹവും കരുതലും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഇത് മറ്റുള്ളവരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, നമ്മൾ സെൽഫ് ലവ് ചെയ്യുന്നു, നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് ആ ലവ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ മറ്റൊരു പോപ്പുലറൈസ് ആയിട്ടുള്ള, ഇപ്പോൾ ഈ അടുത്ത് പോപ്പുലറൈസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഡിജിറ്റൽ ഡീറ്റോക്സ്. നമ്മൾ ഫോണാണല്ലോ നമ്മുടെ മെയിൻ ഈ സോഷ്യൽ സർക്കിൾ കുറയ്ക്കാനും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറയ്ക്കാനും ഒക്കെ ഉള്ള ഒരു മെയിൻ സാധനം നമുക്ക് ഫോണുള്ളതാണ്. അപ്പോൾ ഈ ഫോൺ ടൈം കുറയ്ക്കാനും ചില യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവരുടെ ഫോണാണ് അവരുടെ ഏറ്റവും വലിയ വില്ലൻ. അവർക്ക് ഒരു കാര്യവും അവർ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്ത് തീർക്കാൻ പറ്റാത്തതിന് റീസൺ അവരുടെ കയ്യിലിരിക്കുന്ന ഫോണാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫോൺ ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് ഇരുന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യും എന്നല്ല, റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫോൺ വർക്കിംഗ് ആണ്. അപ്പോൾ മിക്കവാറും അവരൊക്കെ ഒരു ഫോൺ ഉള്ളവരായിരിക്കും. ഫോൺ വർക്കിംഗ് ആണ്. അപ്പോൾ അവർക്ക് ആ ഡിജിറ്റൽ സ്പേസിൽ നിന്ന് അവരെ മാറ്റി അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും അത് ചെയ്യുമ്പോഴുള്ള അവരുടെ ഒരു ഹാപ്പിനെസ്, റിലാക്സേഷൻ, കാംനെസ് ഒക്കെ അവർക്ക് കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റാണ്. അതുപോലെ തന്നെ ഇപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചാനൽ തുടങ്ങി അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്, അതിൻ്റെ പിന്നിൽ നമുക്ക് എഡിറ്റിങ്ങും വോയിസ് ഓവറും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് കണ്ടൻറ് എന്നുള്ള രീതിയായിരിക്കും. അല്ലാതെ പിന്നെ ഒരു സ്ക്രോളിങ് ഉണ്ടാവില്ല. ഇവൻ ഇഫ് ഒരു സ്ക്രോളിങ് ഉണ്ടായാൽ പോലും അതിനകത്ത് ഓക്കെ അവർ ഈ ഫ്രെയിമിൽ നിന്നത് ഷൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ഈ ആംഗിളിലായിരിക്കും ക്യാമറ വെച്ചിട്ടുണ്ടാവുക. ഈ ഒരു ഇത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കൊള്ളാം, ഈ ഒരു സൗണ്ട് കൊള്ളാം, ആ ഒരു ഡ്രസ്സിങ് കൊള്ളാം. ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒബ്സർവേഷൻ, അത് നമ്മുടെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എഗെയിൻ നമുക്ക് ആ ഒരു ഡൂം സ്ക്രോളിങ് കുറച്ച് ഡിജിറ്റലി ഡീറ്റോക്സ് ആവാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ബ്രാൻഡിങ് ആണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത്. ഈ സെൽഫ് ബ്രാൻഡിങ്ങിലൂടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് സക്സസ് ആയി കുറേ ആളുകളെയൊക്കെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ വന്നതിന് ശേഷം ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾക്കും എനിക്കും ഒരുപോലെ പരിചയമുണ്ട്. അപ്പോൾ ഞാൻ രാജകുമാരി എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്ററിൻ്റെ വീഡിയോയിൽ മുമ്പ് കേട്ടിട്ടുണ്ട്, നമ്മൾ സെൽഫ് ബ്രാൻഡിങ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, സെൽഫ് ബ്രാൻഡിങ് ചെയ്ത ശേഷം നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർഷിപ്പിലേക്ക് ചെല്ലുന്ന സമയത്ത് അത് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിനെ കൊണ്ടുവരും, ഗ്രോത്ത് കൊണ്ടുവരും, ഒരുപാട് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ആ ഒരു സ്ട്രെങ്തൊക്കെ നമുക്ക് തരും എന്നുള്ളത്. അപ്പോൾ സെൽഫ് ബ്രാൻഡിങ് കൂടിയിട്ടാണ് യൂട്യൂബ് ജേർണി എന്ന് പറയുന്നത്. സോ ദാറ്റ് ദെൻ പ്രസൻറ്റേഷൻ. ഒരു കാര്യത്തെ നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. എങ്ങനെ പ്രസൻറ്റബിളായിട്ട് നമുക്ക് ചെയ്യാം. ചില ആളുകൾ ചില കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെയൊക്കെ കമൻസിൻ്റെ അടിയിൽ ഭയങ്കര ജെനുവിനായിട്ട് നിങ്ങൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ വല്ല ജെനുവിൻ വീഡിയോസാണെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും. അപ്പം ആ ഒരു ജെനുവിനിറ്റി എന്തുകൊണ്ടാണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ പ്രസൻറ്റബിളായി നിന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ്. അവർക്ക് പറയാനുള്ള കാര്യത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വളരെ പ്രസൻറ്റബിളായി നിന്നുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. എക്സ്പെരിമെൻറ്റ് ചെയ്യുക, അതായത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് നോക്കാനുള്ളൊരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകുന്നത് ഇത്തരം ഒരു കംഫർട്ട് സോണിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യത്തോട് നമ്മൾ യെസ് പറഞ്ഞ് അത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അൺകംഫർട്ടബിളാണ്. ആസ് എ ബിഗിനർ എന്നുള്ള രീതിയിൽ, അതായത് ബിഗിനറായി ഇരിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അൺകംഫർട്ടബിളാണ്. കാരണം കൺസിസ്റ്റൻസി ഒരു അൺകംഫർട്ടബിൾ സാധനമാണ്. ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അൺകംഫർട്ടബിളാണ്. മൊത്തത്തിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അൺകംഫർട്ടബിൾ സിറ്റുവേഷനിൽ നിൽക്കണം. നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുക എന്നുള്ളത് കൂടി ഈ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നതിനായിട്ട് നന്നായിരിക്കും. അതായത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരുപാട് തവണ വേണോ വേണ്ടേ എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയാണ്. അതിനുശേഷം
ഫേസ് റിവീൽ ചെയ്ത് വീഡിയോ ചെയ്യണോ എന്നുള്ളത് എനിക്കൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. കാരണം അതെൻ്റെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോണാണ്. എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണത്. എന്നിട്ട് ഞാനിപ്പോൾ ഫേസ് ടു ഫേസ് ഇരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഐ സേ യെസ് ടു ദാറ്റ് അൺകംഫർട്ടബിൾ എന്നുള്ള സാധനമാണ്. ഞാൻ എൻ്റെ അൺകംഫർട്ടബിലിറ്റിയോട് യെസ് പറഞ്ഞു. ഞാൻ എൻ്റെ അൺകംഫർട്ടബിൾ സോണിനോട് യെസ് പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, ഐ മീൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. കാരണം നന്നായിട്ട് പ്രസൻറ്റബിളായി ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്തൻ ചെയ്യുക, സ്റ്റോറി ടെല്ലിങ് നടത്തുക എന്നൊക്കെ പറയുന്നത് ഭയങ്കരം ഒരു ചാലഞ്ചാണ്. അത് നമ്മൾ പുറത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോഴായിരിക്കും ചേട്ടാ എനിക്ക് അവരെ പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല, ഷോ അവരെന്നാ എന്ത് രസം അവർ കാണാൻ, അവരെന്ന രീതിയിലാണ് സംസാരിക്കുന്നത്, എന്ത് ഭംഗിയാന്നൊക്കെ നമുക്ക് തോന്നുന്നത് ആ ഒരു മൊമെൻറ്റിലായിരിക്കും. അപ്പം എത്രയും മുന്നേ നമുക്ക് നമ്മളെ പോളിഷ് ചെയ്ത് ഷേപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും മുന്നേ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിയാണ്. നമ്മുടെ ചാനലിൽ നമ്മളെ പോലുള്ള ആളുകളിലേക്ക് കണക്റ്റായി അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് ഓപ്പർച്യൂണിറ്റീസും ഗ്രോത്തും സെൽഫ് എക്സ്പ്ലോറേഷനും മാത്രമല്ല നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് കൈവരിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം എനിക്ക് ഓക്കെ ഇങ്ങനെയൊക്കെ കുറേ ഉണ്ടടാ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ഇതൊക്കെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള സാധനം എനിക്ക് കിട്ടിയത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് പോലും അതിൻ്റെ ഒരു ബലത്തിലാണ്. എന്നെപ്പോലത്തുള്ള ആളുകളിലേക്ക് എനിക്ക് എന്നെ തന്നെ എത്തിക്കാൻ കണക്ട് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. എന്നെ തന്നെ ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അൺകംഫർട്ടബിൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവിടേക്ക് പറ്റുന്നത് പോലെ എന്നെ ഒന്ന് കംഫർട്ടബിളാക്കി ആ അൺകംഫർട്ടബിൾ സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് സമ്മപ്പ് ചെയ്യാം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന്. 1, പ്രൊഡക്ടിവിറ്റി നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. 2, പ്രോക്രാസ്റ്റിനേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റും. 3, ഒബ്സർവേഷൻ വഴി നമുക്ക് പേഴ്സ്പെക്റ്റീവ് ചേഞ്ചസ് ഉണ്ടാകും, കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടാകും. 4-മത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ടാലൻറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. 5, കമ്മ്യൂണിക്കേഷൻ സെറ്റാക്കാൻ പറ്റും. 6, പേഷ്യൻസ്. 7, കോൺഫിഡൻസ്. 8, നമുക്ക് സോഷ്യൽ സർക്കിൾ കുറച്ചും കൂടെ നമുക്ക് ആളുകളോട് സംസാരിക്കാനുള്ളൊരു കഴിവുണ്ടാകും. ഒരു കമ്മ്യൂണിക്കേഷനിൻ്റെ അല്ല, ഒരു വലിയൊരു ഗ്രൂപ്പിനോട് സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ്, ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോഷ്യൽ സ്കില്ലാണല്ലോ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സോഷ്യൽ സർക്കിൾ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. 8-മത്തേത് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിങ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ കാര്യങ്ങളിൽ നമുക്ക് പറ്റും. പിന്നത്തേതെന്ന് പറയുന്നത് സെൽഫ് ലവ്, സെൽഫ് എക്സ്പ്ലോറേഷൻ നമുക്ക് പറ്റും. 11-മത്തെ കാര്യം ഡിജിറ്റൽ ഡീടോക്സിങ് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. 12-മത്തെ കാര്യം എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് പുതിയ പുതിയ അവസരങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരും. 14-മത്തേത് പ്രസൻറ്റേഷൻ, നമ്മളുടെ കയ്യിലൊരു ഭയങ്കരം ഒരു പ്രസൻറ്റേഷൻ സ്കില്ല്, എങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിൻ്റെ മുന്നിൽ വളരെ പ്രസൻറ്റബിളായി നിന്ന് സംസാരിക്കാം എന്നുള്ളത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാലഞ്ചായി മാറും. 15-മത്തേത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വഴി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പേഴ്സണലി റിയലൈസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്, അത് കണക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്കും ഇതെത്തിക്കാനായിട്ട് ശ്രമിക്കുക. കീപ് സപ്പോർട്ടിങ്. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.